എത്ര പേര് പാപത്തിൽ നിന്ന് വീണ്ടെടുത്തവരുണ്ട് ഇതിനകത്ത്? എത്ര പേര് വിശ്വസിക്കുന്നു യേശു കാൽവരിയിൽ കയറിയത് എന്റെ വീണ്ടെടുപ്പിനാണെന്ന്? അങ്ങനെ വിശ്വസിക്കുന്നവർ, ഒരു വീണ്ടെടുപ്പിന് വേണ്ടി റെഡിയായി നിൽക്കുന്നവർ, കരങ്ങൾ തട്ടി എന്റെ ദൈവത്തിന് മാത്രം കൊടുക്കുക. കർത്താവിന്റെ നിർദ്ദേശമോ നിഷ്കളങ്കമായ രക്തം നിന്റെ പദവിയെ മാറ്റി. നിന്റെ പദവി അവൻ മാറ്റി. എടാ, നീ പാപി എന്നുള്ള പദവി അവൻ മാറ്റി. നിന്നെ വിശുദ്ധൻ എന്ന പദവിയിലോട്ട് ദൈവത്തിനെ എടുത്തുയർത്തി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പാപിയായിരുന്ന എന്നെ വിശുദ്ധൻ എന്ന നാമകരണം ചെയ്യപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സാന്നിധ്യം ഇന്ന് പൽക്കാലം എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? അവരെ കാര്യങ്ങൾ അടിച്ചെന്ന് ദൈവത്തിന് മാത്രം കൊടുക്ക്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണമേ, ഒരു കാലത്ത് മഹാപാപിയായി ജീവിച്ച എന്നെ കർത്താവിന്റെ രക്തത്താൽ എന്നെ അവൻ വീണ്ടെടുത്തു. ആ പാപി എന്നുള്ള വിളിപ്പേരങ്ങ് മാറ്റിയിട്ട് വിശുദ്ധൻ എന്ന വിളിപ്പേര് എനിക്ക് തന്നു. അത് മാത്രമല്ല, അവൻ ക്രിസ്തുവിന്റെ ഭവനക്കാരനാക്കി എന്നെ മാറ്റി. അങ്ങനെയെങ്കിൽ ഇതിന്റെ അകത്ത് ക്രിസ്തുവിന്റെ ഭവനക്കാരെന്ന് പേരെടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും ആരാധന നടത്താൻ പറ്റത്തില്ല. ഒരു ദൈവത്തിന്റെ ആലയം, ആ ദൈവത്തിന്റെ ഭവനത്തില് ഒരംഗമാണ് നീ എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മാത്രം കൊടുക്കുക. നീ ഇന്ന് മുതൽ അടിമയല്ല. ഇന്ന് മുതൽ നീ അടിമയല്ല. കാൽവരിയിലെ രക്തത്താൽ അത് മുഴുവനും പരിഹരിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രിയ മകനോ പ്രിയ മകളുമാണ്. അത് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. എഫേസ്യർ 2:19 പറയുന്നു, ആകയാൽ നിങ്ങളെ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും മാത്രമേ. അഡ്രസ് മാറിയത് കണ്ടോ? ഇന്നലെ നീ കൈതവന കുടുംബത്തിലെ KC ജോണിന്റെ മകൻ സാബു ജോൺ ആയിരുന്നെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ എന്റെ പദവി മാറി. ഇപ്പോൾ എനിക്ക് ഒറ്റ പദവിയുള്ളൂ. ഐ ആം എ സൺ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ മകനും മകളുമെന്നോ ആ ഒരു വിളിപ്പേരിലോട്ട് അതിനിങ്ങനെ സന്തോഷിച്ചാ പോരാ കേട്ടോ. ആർത്തുല്ലസിച്ച് കർത്താവിനെ മാത്രം കൊടുക്കുക. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരോ.